ഹായ് ഫ്രണ്ട്സ്, ജെനീസ് ഫ്ലോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ കുട്ടികളുടെ ടിഫിൻ ബോക്സിലോ ഒക്കെ കൊടുത്തു വിടാനോ അല്ലെങ്കിൽ ഡിന്നറിന് നമുക്ക് കഴിക്കാനോ ഒക്കെ പറ്റുന്ന റവ ബിരിയാണിയാണ് തയ്യാറാക്കുന്നത്. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഇപ്പോൾ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഇപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഇതിനു വേണ്ടി ഞാനിവിടെ 1/2 കിലോയോളം ചിക്കൻ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ലൈറ്റായിട്ട് ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ ഉപ്പൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇനിയും ഞാനിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് മസാലയൊക്കെ തയ്യാറാക്കിയിട്ട് ചിക്കൻ അതിലേക്ക് ചേർത്താലും മതി. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇത് ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിത് മാരിനേറ്റ് ചെയ്ത് വെച്ചു. ഇനി ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇനി ഞാൻ എടുത്തിരിക്കുന്ന റവ വറക്കാത്ത റവയാണ്, അതൊന്ന് വറുത്തെടുക്കണം. ഞാനിവിടെ ടോട്ടലി ഇപ്പം ഞാനൊരു 3 കപ്പോളമേ എടുത്തിട്ടുള്ളൂ. കാരണം മസാലയൊക്കെ തയ്യാറാക്കി വന്നു കഴിഞ്ഞപ്പം അത് കുറച്ചുള്ളത് കൊണ്ട് ഞാൻ മൊത്തം റവ എടുത്തായിരുന്നു. അപ്പം ഞാൻ ആദ്യമേ വറക്കുന്ന ഒരു 2.5 കപ്പ് റവ മാത്രമാണ്. ബാക്കി ഇരുന്ന റവയെ ഞാൻ ഇത് വറുത്ത് ഇതിനകത്ത് ലാസ്റ്റിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പം വറക്കാത്ത റവയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ വറുത്തതിന് ശേഷം മാത്രമേ ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടി റവ ഉപയോഗിക്കാവൂ. അതുകൊണ്ട് ഇത് നന്നായിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിപ്പം ഈ പാത്രത്തിൽ നിന്ന് മാറ്റി ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് വെക്കുകയാണ്. അപ്പം ഈ പാത്രത്തിൻ്റെ ചൂടോടെ കൂടി ഈ റവ കരിഞ്ഞു പോകാനെ കൊണ്ട് ചാൻസ് ഉണ്ട്. ഇങ്ങനെ തീ ഓഫ് ചെയ്ത് നമുക്ക് റവ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അതേപോലെ തന്നെ ഞാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ ഡാൽഡയാണ് ചേർക്കുന്നത്. എൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ് ഡാൽഡ ഞാൻ എടുത്തത്. ഇനി അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ എടുക്കാം. ഇതിനൊപ്പം ഞാൻ 1 ടീസ്പൂൺ നെയ്യൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതും ഇനിയിപ്പം തിരിച്ചും ഓപ്ഷണലാണ്. പിന്നെ ഈ സവാളയൊക്കെ വറുത്തിടുന്നത് എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ അങ്ങ് ചെയ്യുന്നതേ ഉള്ളൂ. ഞാനൊരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞ് ഇതൊന്ന് ഗോൾഡൻ കളറാവുന്നിടം വരെ ഒന്ന് വറുത്തെടുക്കാം. അതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും റൈസൻസും ഞാൻ ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓപ്ഷനിലാണ്, ഇതിങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇഷ്ടമാണെങ്കിൽ ചെയ്തെടുക്കാം, നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇത് ഈ എണ്ണയ്ക്കകത്ത് നിന്ന് നമുക്ക് കോരിയെടുക്കാം. ഇത് ഇനി ഞാൻ അഡീഷണൽ എണ്ണയൊന്നും ചേർക്കുന്നില്ല. ഈ എണ്ണയിലേക്ക് തന്നെ ഞാൻ ആദ്യമേ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പുറവും ഇപ്പുറവും ഒക്കെ മറിച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് തന്നെ ഞാൻ ഒരു 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. അത് ഈ എണ്ണയ്ക്കകത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചതച്ചതോടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നന്നായി പഴുത്ത ഒരു തക്കാളിയുടെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചപ്പോൾ ലേശം ചേർത്തിട്ടുണ്ട്. അതൊക്കെ അനുസരിച്ച് വേണം ഉപ്പ് ചേർക്കാനൊക്കെ ഉണ്ട്. ഇനി ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് കിട്ടണം. അതിനുവേണ്ടി നമുക്കൊരു 2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാനുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല.
ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചവൂത്തിലൊക്കെ ഒന്ന് മാറുന്നിടം വരെ നമുക്ക് വഴറ്റിയെടുക്കാം. പൊടിയുടെ പച്ചവൂത്തിലൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ മുഴുവനെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം മസാലയും ചിക്കനും നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. നമ്മളിത് ഷാലോ ഫ്രൈ ചെയ്യാതാണ് ചേർത്തിരുന്നെങ്കിൽ ഈ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ട് വെന്ത് കിട്ടുമായിരുന്നു. ഇതിപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തത് കാരണം ഇതിൽ വെള്ളമൊന്നും കാണില്ല. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോട് ചേർത്ത് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ആ ചിക്കൻ കുറച്ചുകൂടെയൊക്കെ ഒന്ന് വേകാനുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു 5 മിനിറ്റ് ചെറു തീയിൽ ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് മൂടി മാറ്റി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. വെള്ളമെല്ലാം പറ്റി നന്നായിട്ട് ഇത് ഒന്ന് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഉപ്പ് നമ്മൾ ഇനിയിപ്പോൾ റവ ചേർക്കുമ്പം റവയ്ക്കൂടുള്ളതായിട്ടുള്ള ഉപ്പ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് തന്നെ നമുക്ക് മല്ലിയിലയും പുതിനയിലയും ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എനിക്ക് അതിൻ്റെ ഫ്ലേവർ അത്ര ഇഷ്ടമില്ലാത്ത കാരണം ഞാൻ ചേർക്കണില്ല. ഇനി ഇതിലേക്ക് നമ്മൾ എത്രയാണോ റവ എടുത്തത് ആ റവയുടെ ഇരട്ടി വെള്ളമാണ് ചേർക്കുന്നത്. അപ്പം ഞാനിവിടെ ഒരു 1/2 കിലോ റവ ഒരു 4 കപ്പോളം ഉണ്ട്. അപ്പോൾ അത് ഒരു 8 ഗ്ലാസ്സോളം ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. അതിന് 1 ഗ്ലാസ് കുറച്ചതിന് ശേഷം ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത് തേങ്ങാപ്പാലാണ്, നല്ല കട്ടി തേങ്ങാപ്പാൽ. അത് ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ബാക്കി വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ ചേർക്കുന്നില്ലെങ്കിൽ മൊത്തം വെള്ളം ചേർത്താൽ മതി. ഇനി ആ വെള്ളം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന റവ തന്നെ ചേർക്കണം. ആ റവ നമ്മൾ ആദ്യമേ വറുത്ത് വെച്ചിരിക്കുന്ന, ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ ഞാൻ കുറച്ചേ വറുത്തുള്ളൂ. ഗ്രേവി കൂടുതലായതുകൊണ്ട് ഞാൻ ബാക്കി ഇരുന്ന റവയുടെ വറുത്ത് ഞാൻ 1/2 കിലോ റവ മൊത്തം എടുത്തിട്ടുണ്ട്. ഇനി അല്ലെങ്കിൽ നമുക്ക് മസാല കുറച്ച് മാറ്റി വെച്ചിട്ട് ആദ്യമേ വറുത്ത റവ തന്നെ ചേർത്താൽ മതിയായിരുന്നു. അങ്ങനെ നമുക്ക് ചെയ്യാം. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഈ മസാല ആദ്യമേ തയ്യാറാക്കി വെച്ചിട്ട് നമുക്ക് രാവിലെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് ടിഫിൻ ബോക്സിൽ റെഡിയാക്കാൻ വേണ്ടി നമുക്ക് പിന്നെ റവയോട് ചേർത്ത് നമുക്ക് റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ ഞാൻ റവയെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കണം, കട്ട കെട്ടി പോകാതെ ഇരിക്കാൻ വേണ്ടി. ഇനി ആദ്യമേ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയെല്ലാം കൂടെ കുറച്ച് ഞാൻ ചേർത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിതൊരു 5 മിനിറ്റ് നേരം മൂടി വെച്ച് ഒന്ന് ചെറു തീയിലൊന്ന് വെക്കാം. റവയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം. അതിന് ശേഷം ഇളക്കിയെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റവ ബിരിയാണി നമുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഡിന്നറിനോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ കുട്ടികളുടെ ടിഫിൻ ബോക്സിലൊക്കെ നമുക്ക് കൊടുത്തു വിടാൻ നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല. ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കില്ല. മറ്റൊരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.